മുഹറം എന്ന് പറയുന്ന ആഘോഷങ്ങൾ, മുഹറം നാളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾ സമാധാനപരമായിരിക്കണം എന്ന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. യോഗി ആദിത്യനാഥിനെ നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ വിളച്ചിലെടുക്കാൻ അവിടെയുള്ള മതമൗലികവാദികൾക്ക് തെല്ലും ഒരു ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ കശ്മീരിൽ സംഗതികൾ അങ്ങനെയല്ല. കാശ്മീരിൽ ബക്രീദിന് ആഘോഷങ്ങൾ സമാധാനപരമായിരിക്കണമെന്ന് യോഗി ആദിത്യനാഥിൻ്റെ പാത പിടിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള ആഹ്വാനം ചെയ്തിരുന്നു. പഹൽഗാം ആക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ പ്രതിസ്ഥാനത്ത് കശ്മീരിലുള്ള പല ആൾക്കാരും നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു തങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റായിട്ടുള്ള ഒരു ആക്ട് ആ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതിരുന്നു. എന്നാൽ മുഹറത്തിന് അവർ മിണ്ടാതിരുന്നിട്ടില്ല. മുഹറത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഹിസ്ബുള്ളയുടെ പതാക കശ്മീരിൽ ഉയർത്തി എന്നുള്ളതാണ്. ഈ ഹിസ്ബുള്ളയുടെ പതാക കശ്മീരിൽ ഉയർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കണ്ടേ. ഹിസ്ബുള്ളയുടെ പതാക അവിടെ ഉയർത്തിയപ്പോൾ അത് ചോദ്യം ചെയ്യാനായി അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്നു. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ആ പതാക പിടിച്ചു പറിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. ആ പതാക ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അത് പിടിച്ചു പറിച്ച് ആ പതാക കീറാനുള്ള ശ്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് അവശനാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ യൂട്യൂബിൻ്റെ വയലേഷൻസ് ഇല്ലെങ്കിൽ കാണിക്കുന്നതാണ്. എന്തായാലും അവർ ഇങ്ങനെയാണ് സ്ലോഗൻസ് വിളിച്ചത്. അതായത് വലിയ രീതിയിലുള്ള ആക്രോശമായിരുന്നു. പെഹ്ചാൻ ഹമാരി ഹിസ്ബുള്ള എന്ന് പറഞ്ഞാണ് അവർ വലിയ രീതിയിൽ ഹിസ്ബുള്ളയുടെ പതാക ഉയർത്തിയത്. ഹിസ്ബുള്ളയുടെ ചീഫ് ഹസൻ നസറുള്ളയുടെ പടവും അവിടെ ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെയൊക്കെ തലവന്മാരെ ആനപ്പുറത്ത് തിടമ്പേറ്റുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ വാർത്തയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാകില്ല. എന്നാൽ കാശ്മീരിൽ ഇത് നടക്കുമ്പോൾ ലോകത്തെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് സമ്പൂർണ്ണമായി ഒരു ഞെട്ടൽ അതിലുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിൽ ഞെട്ടലുണ്ടാകത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്നുള്ളതാണ് ഇവിടുത്തെ സുഡാപ്പികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എത്രയൊക്കെ ചാടിയാലും പിണറായി വിജയൻ പിടിച്ച് അവരെ ശരിയാക്കിക്കൊള്ളും എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഉള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ മഹത്വമൊന്നും ഉള്ളത് കൊണ്ടല്ല. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പ്രോക്സിയാണ് എന്നുള്ളത് കൊണ്ടാണ്. മോദി അവിടെ നടപ്പാക്കുന്ന ഏത് നിയമങ്ങളും രാജ്യത്ത് BJP സർക്കാർ നടപ്പിലാക്കുന്നതിലെ ആവേശത്തിൽ ഇവിടെ പിണറായി വിജയൻ ആദ്യം തന്നെ നടപ്പിലാക്കും. UAPA പൗരത്വ ഭേദഗതി നിയമമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം ഒന്ന് എതിർക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി. എന്നാൽ കാശ്മീർ അങ്ങനെയല്ല. ഇപ്പോഴിതാ വയലന്റ് മോബ് അവിടെ നടന്നിരിക്കുന്നു പലസ്തീൻ അനുകൂലമായിട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടിരിക്കുന്നു. കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയതും ഹിസ്ബുള്ള ഫ്ലാഗ് ഉയർത്തിയതുമായിട്ടുള്ള സകല ആൾക്കാരെയും തട്ടിത്തോളിൽ കയറ്റാനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമിത്ഷായാണ് യഥാർത്ഥത്തിൽ കശ്മീരിലെ പോലീസിനെ നിയന്ത്രിക്കുന്നുള്ളത് എന്നുള്ളതാണ് ഇവർ മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.